ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 12-ാം അധ്യായം. രഘുഗണ ഉവാച. നമോ നമഃ കാരണവിഗ്രഹായ സ്വരൂപതുച്ഛീകൃതവിഗ്രഹായ നമോവധൂതദ്വിജബന്ധുലിംഗ നിഗൂഢനിത്യാനുഭവായ തുഭ്യം. രഘുഗണരാജാവ് ചോദിച്ച സംശയങ്ങളെ മുഴുവനും തീർത്തതിനെ കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചിരുന്നു. ലോക സംരക്ഷണത്തിനായിട്ട് ഈശ്വരൻ തന്നെ സ്വരൂപത്തെ ധരിച്ചവനാകുന്നു അങ്ങ്. നികൃഷ്ടനായ ഒരു ബ്രാഹ്മണനാണെന്ന് അങ്ങയെ കാണുന്നവർ വിചാരിക്കും. വാസ്തവത്തിൽ പരമാനന്ദത്തിൽ മുങ്ങിയിരിക്കുന്നതുകൊണ്ട് ശരീരത്തെ അങ്ങ് മറന്നിരിക്കുന്നു. ഹേ അവധൂത, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് രഘുഗണ രാജാവ് സ്തുതിക്കുന്നു. ജ്വരാമയാർത്തസ്യ യഥാഗതം സാ നിധാഗദഗ്ധസ്യ യഥാ ഹിമാംബഃ കുദേഹമാനാഹി വിദഷ്ടദൃഷ്ടേർ ബ്രഹ്മൻവജസ്തേ മൃതമൗഷധം മേ. ഹേ ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചിരിക്കുന്ന ബ്രാഹ്മണോത്തമ, ജ്വരബാധയാൽ പീഡിതനായവനെ സ്വാദുള്ള ഔഷധം ഏതുവിധത്തിൽ ആശ്വസിപ്പിക്കുന്നുവോ, സൂര്യോഷ്ണത്താൽ തളർന്നിരിക്കുന്നവനെ ശീതളജലം ഏതുവിധം കുളിർപ്പിക്കുന്നുവോ, അതുപോലെ മലമൂത്രാദി നികൃഷ്ട പദാർത്ഥങ്ങളുടെ ഇരിപ്പിടമായ ശരീരത്തിൽ രാജാവാണെന്നുള്ള കുൽസിതാഭിമാന രൂപമായ സർപ്പത്തിൻ്റെ കടിയേൽക്കയാൽ വിവേകഹീനനായി തീർന്ന എൻ്റെ അഹങ്കാരരൂപ വിഷവേഗത്തെ ക്ഷണത്തിൽ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ അങ്ങയുടെ വചനം അമൃത സമാനമായ ഔഷധമായി തീർന്നിരിക്കുന്നു. തസ്മാത് ഭവന്തം മമ സംശയാർത്ഥം പ്രക്ഷ്യാമി പശ്ചാദധുനാ സുബോധം അധ്യാത്മയോഗഗ്രഥിതം തവോക്തമാഖ്യാഹി കൗതൂഹലചേതസോ മേ. എല്ലാം അറിഞ്ഞിരിക്കുന്ന അങ്ങയോട് എനിക്ക് സംശയമുള്ള സംഗതിയെ വഴിപോലെ ചോദിച്ചു കൊള്ളാം. ഇപ്പോഴാകട്ടെ അങ്ങയുടെ വാക്കിലടങ്ങിയ സംഗതി എനിക്ക് നന്നായി അറിയുവാൻ തക്കവണ്ണം വിവരിച്ചു പറയണം. ആത്മതത്വമടങ്ങിയിരിക്കുന്ന ആ വാക്കുകളിലെ സാരം ഗ്രഹിപ്പാൻ വളരെ പ്രയാസമായിരിക്കുന്നു. നന്നായി അറിയുവാനുള്ള ആഗ്രഹം എനിക്കധികമുണ്ട് താനും. യഥാഹ യോഗേശ്വര ദൃശ്യമാനം ക്രിയാബലം സദ്വ്യവഹാരമൂലം നഹഞ്ജസാ തത്വവിമർശനായ ഭവാനമുഷ്മിൻ ഭ്രമദേ മനോമേ. ഹേ യോഗേശ്വര, ക്രിയകളും ബലവും പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നതിനാൽ സത്യമായിരിക്കുന്ന വ്യവഹാരത്തിൻ്റെ കാരണമായി തന്നെ ഇരിക്കെ അത് പരമാർത്ഥമല്ലെന്ന് അങ്ങ് അരുളി ചെയ്തതിൻ്റെ സാരം ധരിക്കാതെ എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നു. ബ്രാഹ്മണ ഉവാച. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം യപ്പാർത്ഥിവ പാർത്ഥിവ കസ്യ ഹേതോഹോ തസ്യാഭി ചാംഗ്രോരതിഗുൽഫജംഗ ജാനൂരുമദ്യോരശിരോദരാം സാഹ. ഹേ രാജൻ, ഭൂമിയുടെ ഈ വിധത്തിലുള്ള രൂപമാറ്റമാണ് ഈ ശരീരം. അത് ഭൂമിയിൽ അങ്ങുമിങ്ങും ചലിക്കുന്നതിന് എന്തോ ഒരു കാരണം നേരിട്ടിരിക്കുന്നു. അങ്ങനെ ചലിക്കുന്ന പൃഥ്വി വികാരത്തെ ഭാരം വഹിച്ചും മറ്റും സഞ്ചരിക്കുന്ന ജനം എന്നു പറയുന്നു. ചലിക്കാതിരിക്കുന്ന ഭൂവികാരമായ കല്ല് മുതലായതുപോലെ ശരീരവും കേവലം ജഡം തന്നെ. പാഷാണാദി ജഡവസ്തുക്കളുടെ മീതെ എന്തുതന്നെ വെച്ചാലും അവയെ കുത്തുകയോ പൊളിക്കുകയോ എന്തുതന്നെ ചെയ്താലും അവയ്ക്ക് ദുഃഖമോ ശ്രമമോ ഒന്നുമില്ലല്ലോ. അതുപോലെ ജഡമായ ശരീരത്തിനും ശ്രമാദികളില്ല. ശരീരത്തെ വിഭജിച്ചു നോക്കുമ്പോൾ പാദങ്ങൾ, അവയുടെ മേൽക്കുമേലായിട്ട് കുതികാലുകൾ, കണങ്കാലുകൾ, മുട്ടുകൾ, തുടകൾ, മധ്യഭാഗം, മാറിടം, കഴുത്ത്, തോളുകൾ എന്നിങ്ങനെയുള്ള അവയവങ്ങളല്ലാതെ അവയവിയായിട്ടൊന്നിനെയും കാണുന്നില്ലല്ലോ. ഈ അവയവങ്ങളെല്ലാം പാഷാണാദികൾ പോലെ ജഡങ്ങൾ തന്നെ. എന്തോ സംഗതിയാൽ ഈശ്വരേച്ഛയാൽ ചലിക്കുന്നുവെന്നു മാത്രമുള്ള ഭേദമേ ശരീരങ്ങൾക്കും പാഷാണാദികൾക്കും തമ്മിലുള്ളൂ. ഇത്രമാത്രമുള്ള ഭേദം നിമിത്തം ഭാരവഹനാദികളാൽ ശരീരത്തിന് ശ്രമാദികളുണ്ടെന്ന് കരുതുന്നത് വിചാരശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അംസേദിദാർവീശിബികാജയസ്യാം സൗവീരരാജേത്യപദേശ ആസ്തേ യസ്മിൻ ഭവാൻ രൂഢനിജാഭിമാനോ രാജാസ്മി സിന്ധുഷ്വിദുർമദാന്തഃ. പൃഥ്വി വികാരമായ ചുമലിന്മേൽ പൃഥ്വി വികാരം തന്നെ ഇരിക്കുന്ന മരം കൊണ്ടുള്ള ഡോലി എന്നുപേരുള്ള ഒരു വാഹനം ഇരിക്കുന്നു. ആ വാഹനത്തിൽ സിന്ധു രാജാവെന്നു പേർ വഹിച്ചിരിക്കുന്ന പൃഥ്വി വികാരമായ ഭവാനും ഇരിക്കുന്നു. ആ ശരീരത്തിൽ ഭവാന ഞാനെന്നുള്ള അഭിമാനം ഉറച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ സിന്ധുദേശങ്ങളുടെ രാജാവാണ് എന്ന് വിചാരിച്ച് ദുർമതത്താൽ വിവേകഹീനനായി ഭവിച്ചിരിക്കുന്നു.
ശോച്യാം നിമാസ്തോം അതികഷ്ടിദൈനാൻ വിഷ്ട്യാദിഹൃണ്ണൻ നിരനുഗ്രഹോസി ജനസ്യ ഗോപ്താസ്മി വിഗത്തമാനോ ന ശോഭസേ വൃദ്ധസഭാസു ദൃഷ്ടഃ. അതികഷ്ടപ്രവൃത്തിയാൽ തളർന്നിരിക്കുന്നവരും ദയാർഹന്മാരുമായ ഇവരെ ബലാത്കാരേണ പിടിച്ചു പണിയെടുപ്പിക്കുന്ന അങ്ങയ്ക്ക് ഇവരെക്കുറിച്ച് അനുഗ്രഹബുദ്ധി ഇല്ലാതിരിക്കെ ജനങ്ങളെ പരിപാലിക്കുന്നവൻ ഞാൻ എന്ന് വമ്പു പറയുന്ന ഭവാൻ ആത്മവഞ്ചകനാകുന്നതിനാൽ വിവേകികളുടെ ഇടയിൽ ശോഭിക്കുന്നില്ല. യഥാക്ഷിതാവേവ ചരാചരസ്യ വിദാമനിഷ്ഠാം പ്രഭവം ച നിത്യം തന്നാമതോന്യദ്വ്യവഹാരമൂലം നിരൂപ്യതാം സത്ക്രിയയാനുമേയം. കാലടികൾക്കു മീതേയുള്ള കണങ്കാലുകൾ, തുടകൾ മുതലായി ശിരസ്സുവരെയുള്ള അവയവങ്ങൾ ഭാരമാണെന്ന് പറയാറില്ലല്ലോ. അതുപോലെ തന്നെ ചുമലിന് മീതെയിരിക്കുന്ന ശിബികാരൂപമായ പൃഥ്വി വികാരവും ഭാരമല്ലെന്ന് ന്യായപൂർവം ഉറപ്പിക്കുന്നു. ചലിക്കുന്നതും ചലിക്കാത്തതുമായി കാണപ്പെടുന്നത് മുഴുവനും ഉണ്ടാകുന്നതും ലയിക്കുന്നതും ഭൂമിയിൽ തന്നെയെന്ന് നമ്മൾ കാണുന്നുവല്ലോ. പൃഥ്വിയിൽ നിന്നുണ്ടാകുന്ന ഓരോ വികാരങ്ങൾക്ക് ഓരോ രൂപങ്ങളും അതിനോരോ പേരുകളും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാമരൂപങ്ങളല്ലാതെ സത്യമായി കാണപ്പെടുന്ന മറ്റൊരു പദാർത്ഥമോ ക്രിയയോ കാണുന്നുണ്ടോ എന്ന് നിരൂപിച്ചു നോക്കുക. ഘടം, ശരാവം എന്ന രൂപവും നാമവും കൽപ്പിതമല്ലയോ? മണ്ണു മാത്രം സത്യം. അതുപോലെ പൃഥ്വി വികാരങ്ങൾക്ക് കാലുകൾ, കൈകൾ എന്നീ നാമധേയങ്ങളും രൂപങ്ങളെ അനുസരിച്ച് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പൃഥ്വിയുടെ മറ്റൊരു വികാരത്തിന് ശിബിക എന്നും പേർ നിശ്ചയിച്ചിരിക്കുന്നു. ഈ നാമരൂപങ്ങളെ തള്ളിക്കളഞ്ഞാൽ ലോകവ്യവഹാരത്തിന് സത്യമായ ആസ്പദം മറ്റൊന്നുമില്ലെന്ന് വരുന്നതിനാൽ ഭാരം വഹിക്കുന്നവനോ തന്നിമിത്തം ദുഃഖിക്കുന്നവനോ ആയിട്ട് മറ്റൊരുവനും ഇല്ലെന്നറിഞ്ഞുകൊള്ളുക. ഏവം നിരുക്തം ക്ഷിതിശബ്ദവൃത്താമസന്നിധാനാത് പരമാണവോയേ അവിദ്യയാ മനസാ കൽപ്പിതാസ്തേ യേഷാം സമൂഹേന കൃതോ വിശേഷഃ. പൃഥ്വി വികാരമാണ് ചരാചരവും എന്ന് പറയുന്ന പക്ഷം പൃഥ്വി എന്ന ഒരു വസ്തു സത്യമാണല്ലോ എന്ന് ശങ്കിക്കേണ്ട. പൃഥ്വിയുടെ രൂപവും നാമധേയവും അതിൻ്റെ കാരണങ്ങളായ പരമാണുക്കളിൽ ലയിക്കുന്നു. അതുകൊണ്ട് പൃഥ്വി എന്ന നാമധേയവും രൂപവും പരമാണുക്കളുടെ വികാരമെന്ന് പറയുന്നതിൽ വിരോധമില്ല. എന്നാൽ അന്ത്യാവയവങ്ങളായ പരമാണുക്കൾ സഞ്ചരിക്കാത്തതുകൊണ്ട് അവ സത്യമെന്ന് വിചാരിക്കാമോ എന്നും ശങ്കിക്കേണ്ട. അവിദ്യാസ്വരൂപമായ പ്രകൃതിയാൽ കൽപ്പിക്കപ്പെട്ടവയാകയാൽ അവ പ്രകൃതിയിൽ ലയിക്കുന്നു. അവയുടെ സമൂഹം പൃഥ്വി എന്ന വിശേഷ രൂപത്തിന് അവലംബമായിരിക്കുന്നുവെന്ന് മാത്രമല്ലാതെ അവയവരൂപങ്ങളായ പരമാണുക്കൾക്ക് പ്രകൃതിയിൽ ഉത്പത്തിനാശങ്ങൾ സംഭവിക്കുന്നതിനാൽ പ്രകൃതിയെ കൂടാതെ പരമാണുക്കളുമില്ല. ഏവം കൃശം സ്ഥൂലമണുർബൃഹദ്യാദശശ്ച സജ്ജീവമജീവമന്യത് ദ്രവ്യസ്വഭാവാശയകാലകർമ്മ നാംനാജയാവേഹി കൃതം ദ്വിതീയം. ഭൂമി എന്ന പോലെ തന്നെ മറ്റു കാണപ്പെടുന്ന സകലവും പ്രകൃതി കാര്യമാണെന്ന് ഉപദേശിക്കുകയാണ്. മുകളിൽ വിവരിച്ചതനുസരിച്ച് ഹ്രസ്വം, ദീർഘം, ചെറുത്, വലുത്, കാരണദ്രവ്യം, കാര്യപദാർത്ഥം, ജീവനുള്ളത്, ജീവനില്ലാത്തത് എന്നിങ്ങനെ ഭേദരൂപേണ കാണപ്പെടുന്ന സകലവും ഭഗവാന്റെ മായയാൽ കൽപ്പിക്കപ്പെട്ടതാണെന്നറിഞ്ഞാലും ആ മായയെ പൃഥ്വ്യാദി ദ്രവ്യങ്ങളെന്നും അതത് വസ്തുക്കളുടെ ആകൃതി ഭേദങ്ങൾക്ക് കാരണമായ സ്വഭാവമെന്നും അന്ധക്കരണമെന്നും സത്വാദി ഗുണങ്ങളുടെ ശോഭത്തിന് കാരണമായ കാലമെന്നും ധർമാധർമ്മങ്ങൾ എന്നു പറയപ്പെടുന്ന കർമ്മമെന്നും ലിംഗദേഹത്തോടുകൂടിയ ചേതനമെന്നും അചേതനമായ ശരീരമെന്നും ബഹുവിധ നാമധേയങ്ങൾ കൊണ്ട് വ്യവഹരിക്കുന്നു. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം തോ ബഹിർബ്രഹ്മസത്യം പ്രത്യക്പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. എന്നാൽ എല്ലാറ്റിനെയും ജനിപ്പിക്കുന്ന പ്രകൃതിയോ സത്യവസ്തു എന്ന് ശങ്കിക്കേണ്ട. ഭഗവാൻ ഏകൻ മാത്രം സത്യം. ഭഗവാനെ കൂടാതെ പ്രകൃതി വേറിട്ടിരിക്കുന്നതിനാൽ പ്രകൃതിയെ സത്യവസ്തുവെന്നു പറയുവാൻ പാടില്ല. ഭഗവാൻ മാത്രം സത്യസ്വരൂപൻ എന്നുപദേശിക്കുന്നു. ഭഗവാന്റെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനം ഒന്നു മാത്രം സത്യം. വ്യവഹാരദശയിൽ ഇതു ഘടം ഇതു പടം എന്നുള്ള അറിവിനെയല്ല ഇവിടെ ഭഗവത് സ്വരൂപമായ സത്യജ്ഞാനമെന്നു പറഞ്ഞത്. പരമപുരുഷാർത്ഥ രൂപവും കാമാദി വൃത്തിസംബന്ധം ഇല്ലാതിരിക്കുന്നതുമായ പരിശുദ്ധ ജ്ഞാനം സത്യം. വൃത്തിസംബന്ധമുണ്ടാകുമ്പോൾ അവിദ്യാസംബന്ധ നിമിത്തം ജ്ഞാനം ശുദ്ധമല്ല. ഒരേ സ്വരൂപത്തിലിരിക്കുന്നതാണ് സത്യജ്ഞാനം. വ്യാവഹാരിക ജ്ഞാനമോ നാനാരൂപത്തിലിരിക്കും. സത്യജ്ഞാനം നിരുപാധികമാകയാൽ ഉള്ള പുറം എന്ന ഭേദത്തെ ആശ്രയിക്കുന്നില്ല.
വൃത്തിജ്ഞാനത്തിന് ഈ ഭേദമുണ്ട്. എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ് സത്യജ്ഞാനം. വ്യാവഹാരികജ്ഞാനം പരിച്ഛിന്നമാകുന്നു. സത്യജ്ഞാനത്തിൻ്റെ സ്വരൂപം തന്നെ ജ്ഞാനാകാരമാകുന്നു. വ്യാവഹാരിക ജ്ഞാനമോ വിഷയാകാരമാകുന്നു. വികാരങ്ങളൊന്നുമില്ലാത്തതിനാൽ സത്യജ്ഞാനം പ്രശാന്തമായുമിരിക്കുന്നു. ഇപ്രകാരമിരിക്കുന്ന സത്യജ്ഞാനസ്വരൂപത്തെ അറിഞ്ഞവർ അതിനെ സർവാധാരമായിരിക്കുന്ന തത്വമാകയാൽ വാസുദേവനെന്നും സർവത്തിനെയും നിയമിക്കുന്നതിന് ശക്തിയുള്ളതാകയാൽ ഭഗവാനെന്നും പറയുന്നു. രഘുഗണൈ തപസാനയാദി ന ചേജ്യസാ നിർവപണാത് ഗൃഹാദ്വാ ന ഛന്ദസാനൈവ ജലാഗ്നിസൂര്യേർവിനാ മഹത്പാദരജോഭിഷേകം. ഹേ രഘുഗണ, ഈ പരമാർത്ഥമായ ജ്ഞാനം ഭഗവത് ഭക്തന്മാരായ മഹാന്മാരുടെ പാദസേവ കൊണ്ട് മാത്രമല്ലാതെ മനസ്സിനെ അടക്കി തപസ്സു ചെയ്യുന്നതുകൊണ്ടോ വേദത്തിൽ വിധിച്ച കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ അന്നാദി ദാനങ്ങൾ കൊണ്ടോ ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് പരോപകാരം ചെയ്യുന്നതുകൊണ്ടോ വേദം പഠിക്കുന്നതുകൊണ്ടോ ജലം, അഗ്നി, സൂര്യൻ ഇവരെ ഉപാസിക്കുന്നതുകൊണ്ടോ ലഭിക്കയില്ല. ഈ കർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് കാരണം തന്നെയെങ്കിലും ഗുരുകാരുണ്യം കൊണ്ട് മാത്രമേ ജ്ഞാനം അനുഭവപ്പെടുകയുള്ളൂ. യത്രോത്തമശ്ലോകഗുണാനുവാദഃ പ്രസ്തൂയതേ ഗ്രാമ്യകഥാവിഗാദഃ നിഷേവ്യമാണോനുദിനം മുമുക്ഷോർമതിം സതിം യച്ഛതി വാസുദേവേ. മഹത്പാദസേവ കൊണ്ട് ജ്ഞാനം എങ്ങനെയുണ്ടാകും എന്നതിനെ വിശദമാക്കുന്നു. അജ്ഞാനരൂപമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ഭഗവാന്റെ കല്യാണ ഗുണങ്ങളെ മഹാജനങ്ങൾ ഗാനം ചെയ്യും. ശ്രദ്ധയോടുകൂടി ആ കഥകൾ കേൾക്കുന്നതിനാൽ ഇന്ദ്രിയപ്രീതി സമ്പാദിക്കുവാൻ ഉപകരിക്കുന്ന തുച്ഛ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവത്തിന് സംഗതി വരികയില്ല. അങ്ങനെ അന്ധകരണം നിർമ്മലമാകുമ്പോൾ ചിത്താധിഷ്ഠാനമൂർത്തിയായ ശ്രീ വാസുദേവനിൽ പരിശുദ്ധമായ ഭക്തി ഉണ്ടാകും. അഹം പുരാ ഭരതോ നാമരാജ വിമുക്തദൃഷ്ടശ്രുതസംഗബന്ധഃ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോപവം മൃഗസംഗാദതാർത്ഥഃ. മഹൽ സേവ ചെയ്യാതെ വിഷയസംഗത്തിൽ തത്പരനായി ഭവിച്ചാൽ അധപ്പതനം തന്നെ ബലം എന്നു കാണിപ്പാൻ സ്വന്തം ചരിത്രത്തെ പറയുന്നു. ഞാൻ പൂർവം ഭരതനെന്ന് സുപ്രസിദ്ധനായ രാജാവായിരുന്നു. ഇഹലോകത്തിലുള്ള വിഷയസുഖങ്ങളിലും പരലോക സുഖങ്ങളിലും കാംക്ഷ കൂടാതെ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരുന്നു. പ്രാരബ്ധവശാൽ ഒരു മാൻകുട്ടിയിൽ വാത്സല്യം ജനിച്ചു. അതുനിമിത്തം ഹസ്തപ്രാപ്തമായിരുന്ന പുരുഷാർത്ഥം നശിക്കുകയും മാനായി ജനിക്കുകയും ചെയ്തു. സാ മാം സ്മൃതിർ മൃഗദേഹേ വിവീര കൃഷ്ണാർച്ചന പ്രഭവാനോ ജഹാദി അതോ അഹം ജനസംഗാദിസംഗോ വിശങ്കമാനോ വിവൃതശ്ചരാമി. ഹേ വീര, ശ്രീകൃഷ്ണ പാദാരവിന്ദ പൂജാ പ്രഭാവം നിമിത്തം ആ സ്മൃതി മാനിൻ്റെ ദേഹത്തെ ധരിച്ചിരുന്ന സമയത്തും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ ജനങ്ങളോടുള്ള ചേർച്ച പുരുഷാർത്ഥോപയോഗി അല്ലെന്നുള്ള വിശ്വാസത്താൽ ജനസംഘം ഉപേക്ഷിച്ചും എൻ്റെ ശരിയായ സ്വരൂപത്തെ പുറമെ പ്രകാശിപ്പിക്കാതെയും ഞാൻ സഞ്ചരിക്കുകയാകുന്നു. തസ്മാന്നരോ സംഘസുസംഗജാത ജ്ഞാനാസിനേ ഹൈവ വിവികൃണമോഹഃ ഹരിം തദീഹ കഥനശ്രുതിഭ്യാം ലബ്ധസ്മൃതിർയാത്യതിപാരമധ്വനഃ. അന്യസംഘം അധപ്പതന കാരണമായതുകൊണ്ട് മനുഷ്യൻ വിഷയസംഘങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന മഹാജനങ്ങളോട് നിരന്തരം ചേർന്നിരിക്കണം. അതുനിമിത്തം ലഭിക്കുന്ന സത്യജ്ഞാനമാകുന്ന വാളുകൊണ്ട് ദേഹാത്മഭാവമാകുന്ന മോഹത്തെ ഈ ജന്മത്തിൽ തന്നെ നശിപ്പിക്കണം. സംസാരക്ലേശങ്ങളെ ഹരിച്ച് പരമാനന്ദത്തെ നൽകുന്ന ഭഗവാന്റെ അവതാരങ്ങളെ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദേഹേന്ദ്രിയാദി സംബന്ധമില്ലാതെ അസംഗനായിരിക്കുന്ന പരമാത്മാവിൻ്റെ സ്മരണയുണ്ടാകും. ആ സ്മൃതിയോടുകൂടി ആയുഷ്കാലം കഴിക്കുമ്പോൾ ദേഹാവസാനത്തിൽ സംസാര സമുദ്രത്തിൻ്റെ മറുകരയായ ശ്രീഹരിയെ പ്രാപിക്കും. 12-ാമത്തെ അധ്യായം സമാപിച്ചു. 13-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.